വ്യത്യസ്തനായ കുമ്പഴയിലെ ബാർബറെ തിരഞ്ഞെത്തുന്ന സൈനികർ. രാജ്യത്തോടും സൈനികരോടും മുത്തുകൃഷ്ണന് വലിയ ഇഷ്ടമാണ്. ഒരാൾക്ക് 100 രൂപ നിരക്കിൽ മുടി വെട്ടുന്ന മുത്തുകൃഷ്ണൻ സൈനികനാണ് കസേരയിൽ ഇരിക്കുന്നത് എന്നറിഞ്ഞാൽ അത് 60 രൂപ മാത്രമായി വാങ്ങും. 60 രൂപ രാജ്യത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അയച്ചു കൊടുക്കും. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ അയ്യപ്പൻ മുത്തുമോൾ ദമ്പതികളുടെ മകനായി ജനിച്ച മുത്തുകൃഷ്ണൻ തികഞ്ഞ ദൈവഭക്തനും രാജ്യസ്നേഹിയുമാണ്. അന്തരിച്ച മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിനോടുള്ള ആരാധനയാണ് രാജ്യസ്നേഹത്തിന് വഴിയൊരുക്കിയതെന്ന് മുത്തുകൃഷ്ണൻ ചാനൽ 91 ന്യൂസിനോട് പറഞ്ഞു. പൈസ കുറച്ച് മുടി വെട്ടി കൊടുക്കുന്ന ഒരു വാർത്ത, അതിനെക്കുറിച്ച് എന്താണ് അതിലേക്ക് വരാൻ കാരണം? അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2015 അബ്ദുൽ കലാം സാറിനോടുള്ള ഒരു ഇഷ്ടം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2015 അദ്ദേഹത്തിൻ്റെ ഒരു ഈ രാജ്യം വിട്ടുള്ള വിയോഗത്തിന്, അതായത് ദേഹവിയോഗത്തിനോട് അതിന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആശ മനസ്സിൽ ഉദിച്ചപ്പോൾ നമ്മൾ ചെയ്തത് രാജ്യസ്നേഹം കൂടെ അതിനകത്ത് കൂട്ടിക്കലർത്തി ചെയ്യാൻ ഒരു നിശ്ചയം വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ പട്ടാളക്കാർ, അത് അതിർത്തി സംരക്ഷിക്കുന്ന, അതായത് ഉറക്കം കളഞ്ഞിട്ട് നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയിട്ട് അതിർത്തി സംരക്ഷിക്കുന്ന അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ 2015 മുതൽ ഓഗസ്റ്റ് 15 മുതൽ പട്ടാളക്കാർക്ക് പകുതി ചാർജ്, നമ്മുടെ കടയിൽ 120 ആണ്, 60 രൂപ അവർക്ക്. ഇതുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നുമില്ല. പക്ഷേ എന്നാലും അവരെ ഈ സമൂഹത്തിൽ അവരുടെ നിലപാട് എന്താണ്, അവർ രാജ്യത്തിനോട് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക സംരക്ഷണം, അത് സമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇപ്പോൾ നമ്മളോട് വരുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുരക്ഷാ ഭടന്മാരെക്കുറിച്ച് പറയുന്നതിൽ സന്തോഷം കൊണ്ട് പറയാൻ ഒരു വേദി കിട്ടുന്നുണ്ട്. അതിന് എന്താ പറയുക സമൂഹത്തിന് ഒരു ബോധ്യപ്പെടുത്തുകയും എന്നുള്ള രീതിയിലാണ് ഇത് വച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ പകുതി ആ സഹോദരങ്ങൾ തരുന്ന പൈസയുടെ പകുതി, ആ പകുതി പൈസ 60 രൂപ അത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായിട്ട് നമ്മൾ തിരിച്ച് അയക്കുന്നുണ്ട്, വെൽഫെയർ ഫണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇത് ചെയ്യാൻ പലർക്കും ഇത് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. എന്താ പറയുക, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുക, അതിലൂടെ രാജ്യത്തിനെ സ്നേഹിക്കുക, മുമ്പോട്ട് പോവുക സന്തോഷമായിട്ട്. തീർച്ചയായിട്ടും. അത് അപ്പം ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. എന്നോട് പിന്നെ വരുന്ന ചോദിച്ചു, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ എന്താ ഇത് ചെയ്യാത്തത് എന്നോട് ചോദിച്ചപ്പോൾ, അപ്പോൾ നമ്മൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ അമ്മയും അവർ എന്നെ ജനിപ്പിച്ചത് കൊണ്ട് എനിക്കെന്തെങ്കിലും ചെയ്ത് കാണും, നല്ല കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിരിക്കണമെന്ന് ചിന്തിച്ച് കാണും. പക്ഷേ ഈ രാജ്യം, ഈ മഹാരാജ്യം നന്നായിരിക്കണം, അല്ലെ ഈ മഹാരാജ്യം ലോകത്തിൽ എപ്പോഴും ഉയർന്നു നിൽക്കണം എന്ന ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ കലാം സാറ്, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ ആൾക്കാർ. അപ്പോൾ അവരുടെ പേരിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. മുത്തുകൃഷ്ണൻ്റെ ഈ പ്രവൃത്തി കേട്ടറിഞ്ഞ് സൈനികർ പലരും തേടിയെത്തി. നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മ ആദരവും നൽകി. ഈ ബാർബർ ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല, കൂടാതെ ബ്ലഡ് ഡൊണേഷനും ചെയ്യാറുണ്ട്. പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ മുടിയും വെട്ടാറുണ്ട്. മുടി വെട്ടാനായി കടയിലെത്തുന്ന കുട്ടികൾക്ക് അറിവും പകർന്നു നൽകുന്നു. ഒപ്പം തന്നെ ജോലിയുടെ ഇടവേളകളിൽ തമിഴ് മലയാളം പുസ്തകങ്ങളും വായിക്കുന്നു.
വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലെത്ത മുത്തുകൃഷ്ണന് തമിഴ്നാട് വളർത്തമ്മയാണെങ്കിൽ പത്തനംതിട്ടയെ പോറ്റമ്മയായിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ കുട്ടികളെ സംഘടിപ്പിച്ച് മരങ്ങൾ നടാറുണ്ട് പ്രകൃതി സ്നേഹി കൂടിയായ മുത്തുകൃഷ്ണൻ. മുത്തുകൃഷ്ണൻ്റെ ഭാര്യ മുത്തുലക്ഷ്മി, മക്കൾ ശിവസൂര്യ, വർഷൻ. മുത്തുകൃഷ്ണൻ്റെ അടുത്ത് മുടിവെട്ടാനായി എത്തുന്ന സൈനികർ നമ്പർ വാങ്ങി പിന്നീട് ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കാറുമുണ്ട്. സൈന്യത്തിൽ നിന്നും വിരമിച്ചവർക്ക് സൗജന്യമായി മുടി വെട്ടി നൽകുക എന്നതാണ് ഈ ബാർബറുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.